മുഖ്യമന്ത്രിയാവുക എന്നതല്ല തന്റെ ലക്ഷ്യം, UDF-നെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിറങ്ങിയാൽ UDF തിരിച്ചു വരില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. UDF-നെ തിരിച്ച് അധികാരത്തിലെത്തിക്കും എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷവും നിറഞ്ഞതാണ് കഴിഞ്ഞ വർഷം. അതിൽ പ്രധാനപ്പെട്ടത് വയനാട് ദുരന്തം തന്നെയാണ്. ഈ വർഷത്തിന്റെ അവസാനത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് ഗുരുതരമായ അപകടം ഉണ്ടായി. അങ്ങനെ വിഷമിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. തിരഞ്ഞെടുപ്പ് വിജയം ഉൾപ്പെടെ ആഹ്ലാദിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇനി വരാനിരിക്കുന്ന വർഷത്തെയാണ് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഞങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള കളമൊരുക്കുക എന്നതാണ്. ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ നേരമില്ലാത്ത പ്രയത്നത്തിലേക്ക് കാലുവെക്കുക എന്നതാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ദുർഭരണത്തിന് അവസാനം കുറിക്കുക എന്നതാണ് പുതുവർഷത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. UDF-നെ തിരിച്ചു കൊണ്ടുവരിക, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, ഏകോപിപ്പിക്കുക, ടീം വർക്ക് നടത്തുക, അത് ആരംഭിച്ച് കഴിഞ്ഞുവെന്നാണ് VD സതീശൻ മുന്നറിയിപ്പ് നൽകിയത്. ഞാൻ മുഖ്യമന്ത്രിയാവാൻ തീരുമാനിച്ചിറങ്ങിയാൽ UDF തിരിച്ചു വരില്ല. ഞാൻ അതിന്റെ പിറകെ മാത്രമേ പോവുകയുള്ളൂ. എന്റെ ലക്ഷ്യം UDF-നെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണെന്നത് സതീശൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. അതേസമയം VD സതീശനേക്കാൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിരുന്നു. ചെന്നിത്തല എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നും തമ്മിൽ ഭേദം തൊമ്മനാണെന്നും താക്കോൽ സ്ഥാനത്ത് ആരു വന്നിട്ടും കാര്യമില്ല, താക്കോൽ കിട്ടിയിട്ട് വേണ്ടേ എന്നുമാണ് വെള്ളാപ്പള്ളി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം മന്ത്രി പദവിക്കായുള്ള തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ശ്രമം കണ്ട് കേരളം ചിരിക്കുന്നുവെന്ന പരിഹാസവുമായി വെള്ളാപ്പള്ളി നടേശൻ എത്തിയതും ശ്രദ്ധേയമായി. ഒരു വള്ളത്തിൽ പോലും കയറാൻ ആളില്ലാത്ത പാർട്ടിയായി NCP മാറി. തോമസ് കെ തോമസിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ല. ഒരു കുബേരന്റെ മന്ത്രിമോഹം പൂർത്തീകരിക്കേണ്ട ബാധ്യത LDF-നില്ല. AK ശശീന്ദ്രൻ ജനപിന്തുണ ഉള്ള നേതാവാണ്. കുട്ടനാട് മണ്ഡലം തറവാട്ടുവക എന്ന് കരുതുന്ന ആളാണ് തോമസ് കെ തോമസ്. ഇടതു മുന്നണിയോടുള്ള സ്നേഹം കാരണമാണ് തോമസ് കെ തോമസ് കുട്ടനാട്ടിൽ വിജയിച്ചതെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചിരുന്നു. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗാനാഥത്തിലെ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിമർശനങ്ങൾ. കുട്ടനാട് തോമസ് കെ തോമസിന് വിട്ടുകൊടുക്കണോ എന്ന പേരിലാണ് ഈ ലേഖനം. പാർട്ടിയുടെ തലതൊട്ടപ്പനായ ശരത് പവാറിന്റെ മഹാരാഷ്ട്രയിൽ പോലും NCPയുടെ അവസ്ഥ മോശമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പരിഹസിക്കുന്നുണ്ട്. തൊഴിലാളികളും പിന്നോക്ക വിഭാഗക്കാരും തിങ്ങിപ്പാർക്കുന്ന കുട്ടനാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത തോമസ് കെ തോമസിന് മത്സരിച്ചത് കുട്ടനാട്ടിലെ ജനങ്ങളോട് ചെയ്ത തെറ്റാണെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയിരുന്നു.